ഗവൺമെൻറ് സ്ഥാപനമായ സിപാസിൻ്റെ കീഴിലുള്ള BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷന് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. 2026 ജൂൺ 4-നാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 30. www.cpas.ac.in, www.sme.edu.in എന്നീ വെബ്സൈറ്റുകൾ വഴിയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടുകൂടി +2 പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. സിപാസിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ വിൻഡോയാണ് വരുന്നത്. അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ ക്രിയേറ്റ് അഡ്മിഷൻ അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആദ്യമായിട്ട് ഒരു അഡ്മിഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും വേണം. ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അടുത്തത് പാസ്വേഡ് അടിച്ച് കൊടുക്കണം. കൺഫേം ചെയ്യാനായിട്ട് ഒന്നുകൂടി പാസ്വേഡ് അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് വരുന്ന ക്യാപ്ച അടിച്ച് കൊടുത്ത് കൺഫർമേഷൻ ബട്ടണിൽ ടിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു അഡ്മിഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് പിന്നീട് ലോഗിൻ ചെയ്താൽ മതിയാകും. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ്, ഇമെയിൽ ഐഡിയും പാസ്വേഡും വഞ്ചിച്ചിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വിൻഡോ ഇതാണ്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മുടെ പേര്, ജെൻഡർ, പിന്നെ റിലീജിയൻ, പിന്നെ നമ്മുടെ ഒരു വാട്സപ്പുള്ള ഒരു നമ്പർ വേണം, പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ വേണം, പിൻകോഡ്, ആധാർ നമ്പർ, ഫാദറിൻ്റെയും മദറിൻ്റെയും പേര്, ഇവയെല്ലാം കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, വില്ലേജ്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണാലിറ്റി, ഇത്രയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ച് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അതേഴ്സ് എന്ന പേജിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ നമുക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, കാസ്റ്റ്, പിന്നെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോൺ നമ്പർ അവിടെ കൊടുക്കണം. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ നമുക്ക് അക്കാദമിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. 10th പഠിച്ച സിലബസ്, രജിസ്റ്റർ നമ്പർ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ചാൻസസ്, എത്രാമത്തെ ചാൻസിലാണ് പാസ് ഔട്ടായത്, ഏത് വർഷമാണ്, അതെല്ലാം കൊടുക്കുക. അതിനുശേഷം നമുക്ക് റിസർവേഷൻ ആൻഡ് ബോണസ് എലിജിബിലിറ്റിയാണ്. ബോണസ് മാർക്ക് കിട്ടാനുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എക്സ് സർവീസ് മാനിൻ്റെ റിസർവേഷനോ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് റിസർവേഷനോ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അടിച്ച് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്ക് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സബ്ജക്റ്റ് 1 ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് 2 എന്ന് പറയുന്ന സെക്കൻഡ് ലാംഗ്വേജാണ്, അതിൻ്റെ മാർക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളുടെയും മാർക്ക് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സേവ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. അവിടെ നമുക്ക് നമ്മുടെ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും +2ൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിസർവേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സെലക്ഷനാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. റിസർവേഷന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം മറ്റേതെങ്കിലും റിസർവേഷന് അർഹതയുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൂടി അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ശേഷം സേവ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കണം. ജനറൽ, EWS, OBC കാറ്റഗറിയിലേക്ക് 800 രൂപയും SC/ST കാറ്റഗറിയിലേക്ക് 400 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസായി നൽകേണ്ടത്. കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കൂടി 800 മാർക്കിൽ എത്ര മാർക്ക് കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കി അതിനനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് അലോട്ട്മെൻറ്റുകൾ നടക്കുക. ഉദാഹരണത്തിന് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഫിസിക്സിന് 200-ൽ 185ഉം കെമിസ്ട്രിയിൽ 187ഉം ബയോളജിയിൽ 190ഉം ഇംഗ്ലീഷിൽ 192 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 185+, 187+, 190+, 192 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 754 ആയിരിക്കും. CBSE, ICSE സിലബസ് പഠിച്ച കുട്ടികൾക്ക് ഓരോ സബ്ജക്റ്റും 100 മാർക്കിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളുടെ മാർക്കുകൾ കൂട്ടിയതിന് ശേഷം അതിൻ്റെ ഇരട്ടി എടുത്താൽ തന്നെ അവരുടെ ഇൻഡെക്സ് മാർക്ക് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഫിസിക്സിൽ 100-ൽ 89, കെമിസ്ട്രിയിൽ 91, ബയോളജിയിൽ 93, ഇംഗ്ലീഷിൽ 97 മാർക്കുകളാണെങ്കിൽ ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കാനായി 89+, 91+, 93+, 97 =
370 നമുക്ക് കിട്ടുന്നത്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 740. ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് 740. സിപാസിൻ്റെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ 11 കോളേജുകളാണുള്ളത്. പുതുപ്പള്ളി, ചെറുവണ്ടൂർ, മണിമലക്കുന്ന്, നെടുങ്കണ്ടം, പാല, പത്തനംതിട്ട, അങ്കമാലി, കാഞ്ഞിരപ്പള്ളി, കൊട്ടാരക്കര, സീതത്തോട്, തൃത്താല തുടങ്ങിയിടങ്ങളിലായി BSc നഴ്സിംഗ്, BSc MLT, BPT, BSc മെഡിക്കൽ മൈക്രോബയോളജി, BPharm തുടങ്ങിയ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിപാസിൻ്റെ വിവിധ ക്യാമ്പസുകളിലായി 1000-ലധികം സീറ്റുകൾ ലഭ്യമാണെങ്കിലും പകുതിയോളം വരുന്ന സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് LBS വഴിയാണ്. ബാക്കിയുള്ള സീറ്റിലേക്കാണ് സിപാസിൻ്റെ അലോട്ട്മെൻറ്റിൽ കൂടി അഡ്മിഷൻ നടക്കുന്നത്. BSc നഴ്സിംഗിന് 10 കോളേജുകളിലായി ആകെ 450 സീറ്റുകളാണുള്ളത്. എന്നാൽ കൂടുതൽ അലോട്ട്മെൻറ്റ് നടക്കുന്നത് LBSൽ കൂടിയാണ്. സിപാസിൻ്റെ അലോട്ട്മെൻറ്റിലേക്ക് 150 സീറ്റുകളാണുള്ളത്. 4 വർഷത്തെ കോഴ്സാണ്. അതുപോലെ BSc MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി 4 വർഷത്തെ കോഴ്സാണ്. 4 കോളേജുകളിലായി 130 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ 65 സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് സിപാസിൻ്റെ അലോട്ട്മെൻറ്റ് വഴിയാണ്. അടുത്തത് BPT അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി 4 വർഷത്തെ കോഴ്സാണ്. പിന്നീട് ഒരു 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും ഉണ്ടാകും. 2 കോളേജുകളിലേക്കായി ആകെ 80 സീറ്റുകളാണുള്ളത്. അതിൽ 40 സീറ്റ് LBS വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. സിപാസിൻ്റെ അണ്ടറിൽ 40 സീറ്റുകൾ. അടുത്തത് BSc മൈക്രോബയോളജി 4 വർഷത്തെ കോഴ്സാണ്. ഒരു കോളേജിൽ 45 സീറ്റാണുള്ളത്. 23 LBS വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. 23 സീറ്റിലേക്കാണ് സിപാസ് വഴി അലോട്ട്മെൻറ്റ് നടക്കുന്നത്. 4 വർഷം ദൈർഘ്യമുള്ള മറ്റൊരു കോഴ്സാണ് BPharm. 2 കോളേജുകളിലായി ആകെ 120 സീറ്റുകളാണുള്ളത്. സിപാസിൻ്റെ അലോട്ട്മെൻറ്റിലേക്കായി 60 സീറ്റുകളുണ്ട്. ഈ കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ജൂൺ 30 മുൻപായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.